ഈ രാഹുൽ വിഷയം കേരളത്തിൻ്റെ ഒരു ജീവൽ പ്രശ്നമല്ല. ഞങ്ങളുടെ അഭിപ്രായം, ഖണ്ഡിതമായ അഭിപ്രായം എന്ന് പറയുന്നത് വിവാദങ്ങൾ വിജയിക്കാൻ പാടില്ല എന്നതാണ്. ഒന്ന്, രാജ്യത്ത് തന്നെ വികേന്ദ്രീകൃത വികസനത്തിൻ്റെ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒരു മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് കേരളം. ആ കേരളത്തിൽ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടുന്ന നല്ല രാഷ്ട്രീയമുണ്ട്, വികസനമുണ്ട്, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഈ വിവാദങ്ങളുടെ ഒരു അതിപ്രസരത്തിൽ അത്തരം ചർച്ചകളില്ലാതെ പോകുന്നു എന്ന ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് വിവാദങ്ങൾ വിജയിക്കാൻ പാടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പീക്ക് ടൈമിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അയ്യപ്പ സംഗമത്തെ അങ്ങ് പിന്തുണച്ചിരുന്നു, പിന്തുണ സർക്കാരിന് ഇപ്പോഴും ഉണ്ടോ? അല്ല, ഞങ്ങൾ ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ശബരിമലയുടെ വികസനം സാധ്യമാകണമെന്നുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വികസന കാര്യങ്ങളിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോകരുതെന്ന അഭിപ്രായം കൂടി പങ്കുവയ്ക്കാനുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു നിലപാട് സ്വീകരിക്കുകയും അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളോടും പങ്കുവയ്ക്കുന്ന പതിവാണ് സാധാരണ KPM സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഒരു നിലപാടെന്ന നിലയിൽ പറയാനുള്ളത്, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന വിഷയങ്ങളും അതുപോലെ തന്നെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ സ്വാധീനവും വ്യക്തിപ്രഭാവവും ഒക്കെ മാറ്റിവയ്ക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത നിലപാട് വേണ്ട എന്നതാണ് ഈ കാര്യത്തിൽ സഭയുടെ തീരുമാനം. അതുകൊണ്ട് ഞങ്ങളുടെ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട്. അങ്ങനെ ചെയ്യണം എന്നതാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. മുന്നണികളിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ ആളുകൾ മത്സരിക്കുന്നുണ്ട്, വ്യാപകമായി മത്സരിക്കുന്നുണ്ട്. അത് പൊതു സെഗ്മെൻറ്റുകളിൽ, ജനറൽ സെഗ്മെൻറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, അല്ലാതെ മത്സരിക്കുന്നുണ്ട്. ആ മത്സരത്തിന് അവർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അനാവശ്യ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോവുകയാണല്ലോ സംസ്ഥാനത്തെ രാഷ്ട്രീയം. ഇപ്പോൾ MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒക്കെ പോകാൻ സർക്കാരിൻ്റെ വികസന വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും